ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 7.2ലെ 9th 10th 9ഉം 10ഉം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് A -2 2 and B 2 8 into 4 equal parts. 4 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റണമെങ്കിൽ ആദ്യം ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ പോയിന്റിൻ്റെയും രണ്ട് സ്ഥലത്തുള്ള പോയിന്റിന്റെ മിഡ് പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് 1:1:1:1 4 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും. ചെയ്ത് നോക്കാം. നമ്മുടെ പോയിന്റ്സിന് പേര് കൊടുക്കാം. ഇത് A, B. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് -2 2, അതുപോലെ ബിയുടെ കോർഡിനേറ്റ്സ് 2 8. ഇവിടെ ഒരു പോയിന്റ് എ ബിയുടെ മിഡ് പോയിന്റ്, പിന്നെ ഇവിടെ ഒരു പോയിന്റ്, നമുക്ക് ഇതിന് ക്യൂ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഈ എ ക്യൂവിന്റെ മിഡ് പോയിന്റ് ആയിട്ട് പി എടുക്കാം. പിന്നെ ക്യൂ ബിയുടെ മിഡ് പോയിന്റ് ആയിട്ട് നമുക്ക് ആർ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എ പി, പി ക്യൂ, ക്യൂ ആർ ആൻഡ് ആർ ബി, ഇത് നാലും ഈക്വൽ പാർട്സ് ആയിരിക്കും. കാരണം എ ബിയുടെ പകുതിയാണ് നമ്മുടെ എ ക്യൂവും ക്യൂ ബിയും. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ അതിന്റെയും പകുതിയായിരിക്കും. അത് തന്നെയായിരിക്കും, അതേ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ക്യൂ ആറും തമ്മിലുള്ളൂ. എ പി ഈക്വൽ ടു പി ക്യൂ ഈക്വൽ ടു ക്യൂ ആർ ഈക്വൽ ടു ആർ ബി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല എഴുതി വെക്കാം. ഈക്വൽ ടു, അത് മിഡ് പോയിന്റ് ഫോർമുല ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഇനി നമുക്ക് മിഡ് പോയിന്റ് ഓഫ് എ ബി, അതായത് നമുക്ക് ക്യൂ എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടാൻ വേണ്ടി ഈക്വൽ ടു -2 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2, 2 പ്ലസ് 8 ഡിവൈഡ് ബൈ 2. -2 പ്ലസ് 2 0 ബൈ 2 ഈക്വൽ ടു 0, 2 പ്ലസ് 8 10 ഡിവൈഡ് ടു 2 5. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റ് ക്യൂ 0 5 എന്നൊരു പോയിന്റ് നമുക്ക് കിട്ടി. 0 5 ആണ് ക്യൂ. ഇനി നമുക്ക് എ ക്യൂവിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് ഓഫ് എ ക്യൂ, അതായത് പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് -2 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2, 2 പ്ലസ് 5 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു -2 പ്ലസ് 0 -2 ബൈ 2 -1, അതായത് പി എന്നുള്ള പോയിന്റ് ആണ്. പി -1, പിന്നെ 2 പ്ലസ് 5 7 ഡിവൈഡ് ബൈ 2, അപ്പോൾ 7 ബൈ 2 പി എന്നുള്ള പോയിന്റ് കിട്ടി. -1 7 ബൈ 2. ഇനി നമുക്ക് 6 കണ്ടുപിടിക്കണം, അതായത് മിഡ് പോയിന്റ് ഓഫ് ക്യൂ ബി, അത് 0 പ്ലസ് 2 ഡിവൈഡ് ബൈ 2, 5 പ്ലസ് 8 ഡിവൈഡ് ബൈ 2. ആ പോയിന്റ് 6 ആണ്. പി ക്യൂ ആർ എന്നിടത്തിൽ ആറിന്റെ പോയിന്റ് 0 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 1, 8ഉം 5ഉം 13, അപ്പോൾ 13 ബൈ 2. ഇതാണ് ആറിന്റെ പോയിന്റ്. അപ്പോൾ നമ്മൾ 4 ഭാഗമായിട്ട് ഈക്വൽ ആയിട്ട് ഭാഗിക്കുന്ന പോയിന്റ്സ് പിയും ക്യൂവും ആറും ഒന്നെടുത്ത് എഴുതാം. -1 7 ബൈ 2, അതുപോലെ ക്യൂ 0 5 ആൻഡ് ആർ 1 13 ബൈ 2. നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് പിയും ക്യൂവും ആറും, അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ഇതിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് ഇഫ് ഇറ്റ്സ് വെർട്ടീസസ് ആർ 3 0 4 5 -1 4 ആൻഡ് -2 -1. ടേക്ക് ഇൻ ഓർഡർ. അപ്പോൾ ഇതൊരു റോംബസ് ആയിട്ട് ഇതിനെടുത്താൽ ആ റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. അപ്പോൾ നമുക്കിത് റോംബസ് ആയിട്ട് എടുത്ത് ഇതിന്റെ ഡയഗണൽസ് കണ്ടുപിടിച്ചാൽ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. നമ്മൾ റോംബസ് വരച്ചു വരെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എയുടെ പോയിന്റ്സ് 3 0 -1 4 -2 -1
വന്നിരിക്കുന്ന ഓർഡറിൽ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. പോയിന്റ്സ് നമ്മൾ കറക്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന്റെ ആക്സിസ് നോക്കിയൊന്നും അല്ല വരച്ചിരിക്കുന്നത്, വെറുതെ വരച്ചു. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി. അപ്പം ആദ്യം ഡയഗണൽസ് വേണം. എ സി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -1 മൈനസ് 3 ഹോൾ സ്ക്വയർ 4 മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -1 മൈനസ് 3 മൈനസ് 4ന്റെ സ്ക്വയർ പ്ലസ് 4 മൈനസ് 0 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 16 അല്ലെങ്കിൽ റൂട്ട് 32 ഈക്വൽ ടു 4 റൂട്ട് 2. എ സിയുടെ ലെന്ത് നമുക്ക് കിട്ടി. അടുത്തത് ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 2 ഹോൾ സ്ക്വയർ 4 പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1 ഹോൾ സ്ക്വയർ 5 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 2 6 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1 6 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 പ്ലസ് 36 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 36 ഈക്വൽ ടു 6 റൂട്ട് 2 എന്ന ആൻസർ കിട്ടും. ഏരിയ ഓഫ് റോംബസ് ABCD ഈക്വൽ ടു ഹാഫ് AC ഇൻറ്റു BD ഈക്വൽ ടു 1/2 ഇൻറ്റു 4 റൂട്ട് 2 ഇൻറ്റു 6 റൂട്ട് 2 ഈക്വൽ ടു 1/2 ഇൻറ്റു 4 ഇൻറ്റു 6 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2. ഈ 2ഉം 2ഉം കട്ടായി പോയി ഈക്വൽ ടു 4 ഇൻറ്റു 6 ഈക്വൽ ടു 24 സ്ക്വയർ യൂണിറ്റ്സ്. റോംബസിന്റെ ഏരിയ നമുക്ക് കിട്ടി.